വെറുതെ അല്ല. നിനക്ക് ഹിന്ദി അല്ലേ അറിയാം, ഞാൻ മലയാളിയല്ലേ. ഹിന്ദി ബോൾ നെയ്യ്, എനിക്ക് ഹിന്ദി അറിയില്ല. ഓക്കെ, ആ പോണ മേലെ കൂടെ ഒരു ജീപ്പ്. അടിപൊളിട്ടോ, കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. പക്ഷെ വെയിൽ നമ്മൾ പൊരിച്ചടക്കുന്നു കേട്ടോ. ഇരിക്കുന്നുണ്ടോ തൊട്ടടുത്ത്? ചായ കുടിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ കാണിച്ചിരുന്നില്ല, ഗുജറാത്തിൽ കാണിച്ചിരുന്നില്ല. എങ്ങനെയാട്ടോ ഇവര് ചായ കുടിക്കുക? ഈ ചൂടത്ത് ഇങ്ങനെ കറങ്ങണമെങ്കിൽ എനിക്ക് കുറച്ച് പ്രാന്ത് തന്നെ വേണം. അതുപോലെ ഒട്ടകങ്ങൾക്ക് ഇങ്ങനെ ഡിസൈനിങ് ഉണ്ടാക്കും കേട്ടോ ഇവര്. എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ രോമം തന്നെ ഡിസൈനായിട്ട് ഇവർ കട്ട് ചെയ്യും കേട്ടോ. ഇതുണ്ടോ? ഇതാ ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒരു ഗ്രാമമുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേൾട്ടൺ മല്ലു ട്രക്കർ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരു ജീപ്പ് സഫാരി ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ഉണ്ടോ. എന്നാൽ ജീപ്പ് സഫാരി മാത്രമല്ലേ, ഈ ഡെസേർട്ടിലും അതായത് ഈ മരുഭൂമിയിലും ജീവിക്കുന്ന ഒരു ഒറ്റപ്പെട്ട വീടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സഫാരി പോകുന്ന നേരത്താണ് കണ്ടത്. അപ്പോൾ ആ വീട്ടിലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട്, അതുപോലെ തന്നെ ഈ രാജസ്ഥാൻ മരുഭൂമിയിൽ ഒരുപാട് ഡെസേർട്ട് ക്യാമ്പുകളുണ്ട്. ഈ സ്റ്റേ ചെയ്യുന്നവർക്ക് രാത്രികാലങ്ങളിൽ നമ്മളുടെ ജയ്സൽമേർ നമ്മളുടെ രാജസ്ഥാനിൽ നടത്തുന്ന കുറച്ച് ട്രഡീഷണൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവരുടെ റിസോർട്ട്സിലൊക്കെ ഒരുപാട് സ്റ്റേ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഡാൻസും പ്രോഗ്രാമും അവരുടെ ജീവിത സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ ഡാൻസ് ചെയ്ത് കാണിക്കും കേട്ടോ. അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് മാത്രമാണെന്ന് ചോദിച്ചാൽ അതല്ല, ഈ ഡാൻസ് ചെയ്യുന്നവരാരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അത് മേ ബി നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ 2 വീഡിയോ നമ്മൾ അവരെ കുറിച്ചിട്ടാണ് ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ, അതായത് ഡീപ്പായിട്ട് പോയിട്ട് അവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൽബിലിയ ജിപ്സി കോബ്ര ട്രൈബിൾസ്, ആ കൽബിലിയ ജിപ്സി കോബ്ര ട്രൈബിൾസിലുള്ള ആളുകളാണ് ഈ ഡെസേർട്ടിലുള്ള ക്യാമ്പുകളിൽ വന്ന് ഡാൻസ് കളിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നത് കേട്ടോ. സ്ത്രീകളും മാത്രം കേട്ടോ. പുരുഷന്മാർ ഒരുപാട് ചെണ്ട കൊട്ടിയിട്ടും അല്ലെങ്കിൽ വേറെ ജോലിക്കൊക്കെ പോയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ കൂടുതലും പൈസ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. കഴിഞ്ഞ വീഡിയോ അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി അവരെ വരുമാനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇന്ന് രാത്രിയിൽ നമുക്ക് ആ ഡാൻസൊക്കെ എൻജോയ് ചെയ്തിട്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നേരെ ഡെസേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഒരു ഓഫ് റോഡ് പോയിട്ട് വരാം. ഭയങ്കര അടിപൊളി ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ഈ വീഡിയോ നിങ്ങളും കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ്. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇതുവരെ നിങ്ങൾ കാണാത്തയും കേൾക്കാത്തയും ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ. നമുക്കിനി നേരെ ഡെസേർട്ടിനുള്ളിലേക്ക് ഒരു ജീപ്പ് സഫാരി പോയിട്ട് വരാം. വൈകുന്നേരം വരണ്ടെന്ന് ശരിക്കും. ഈ മൊട്ട വെയിൽ വന്നിട്ട് ഇവിടെ ഒരു സംഭവമില്ല. ഈ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഇവിടെ മൊത്തം നമ്മളെ പോലെ ടൂറിസ്റ്റുകളുടെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യുന്നതാണ്. ഒട്ടക സഫാരി ഉണ്ട്, ജീപ്പ് ഉണ്ട്, ബൈക്കിൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ആരുമില്ല. നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴേ ഒട്ടകത്തിന് വലിയ മൊട. എന്താണ് എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് കൂടുതൽ ഡയലോഗ് അടിക്കൊന്നും വേണ്ട. എന്താണ് അല്ല, പിന്നെ അണക്ക് മാത്രമല്ല, എനിക്കും അറിയാം.
ഈ ഫോൺ റിങ് ചെയ്യല്ല, ഞാനോട് വിളിച്ചാട്ടിയതാ. അതിൻ്റെ സൗണ്ട് നോക്കി, സിംഹത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നു. എൻ്റെ തൊണ്ട ഓൾറെഡി വീണ്. എന്താ ഇതാ ഇവിടെ ഒരാളുണ്ട്. ഹായ് ബോൾ. ഓ വെറുതെ അല്ല, നിങ്ങൾക്ക് ഹിന്ദി അല്ലേ അറിയാം, ഞാൻ മലയാളിയല്ലേ. ഹിന്ദി ബോൾ നെയ്യ്, എനിക്ക് ഹിന്ദി അറിയില്ല. ഓക്കെ, വെറുതെ അല്ല ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത. ഓക്കെ ഓക്കെ ഓക്കെ. തോടാവിടുന്നു. ഇവർ മലയാളം മനസ്സിലാവുന്നത് തോന്നുന്നു. ഏതോ മലയാളി ഇവനെ വന്ന് ചൂണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളെ കാണുമ്പോൾ എനിക്ക് ഇത്തിരി മട. പോടാവിടുന്ന്. ധൈര്യമുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കടേ. തും ഊപ്പർ മേ ആയേഗാ. ഊപ്പർ ഊപ്പർ പൊന്ത് പൊന്ത് മുകളിൽ പൊന്തൂലേ, പൊന്തൂലും കൂടെ കടന്നു. അതുപോലെ ഒട്ടകങ്ങൾക്ക് ഇങ്ങനെ ഡിസൈനിങ് ഉണ്ടാക്കും കേട്ടോ ഇവർ. എങ്ങനെയാണെന്നറിയോ, ഇതിൻ്റെ രോമം തന്നെ ഡിസൈനായിട്ട് ഇവർ കട്ട് ചെയ്യും കേട്ടോ. ഇതുണ്ടോ, ഇത് ഒരുപാട് ഡിസൈൻ ഉണ്ടാക്കും. തും അടി കിട്ടും, മനസ്സിലാക്കിക്കോ. അടക്കെ എന്നെക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. ഒന്ന് അടങ്ങ്. ഈ സാധനം കണ്ടോ, ഇത് സംഭവം എടി ഞാൻ ഒന്നും ചെയ്യണില്ലടാ നിന്നെ, എനിക്ക് എന്താടാ പ്രശ്നം? ഒരു മിനിറ്റ് നിൽക്ക്. തും തോടാ ടൈമേ വെറുതെ ഇരിക്ക്. എൻ്റെ ഹിന്ദിയായിട്ട് നിങ്ങൾ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഓരോരോ ഡിസൈനും ഇവരെ രോമത്തിൽ തന്നെ ഇവരുണ്ടാക്കും കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് പല പല ഡിസൈന് ഇതാ ഇങ്ങനെ ഉണ്ടാക്കും ഇതിൻ്റെ ബോഡി കൂടെ. പക്ഷേ ഇതിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു വര, മേളിലേക്ക് ഒരു വര, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല ഭംഗിയായിരിക്കും ഇവർ ഓരോരോ ഡിസൈൻ ചെയ്യുന്നത്. അവിടെ കണ്ടോ, അതിനുണ്ട് ഇങ്ങനത്തെ ഡിസൈന്, ഇങ്ങനത്തെ ഡിസൈന്. എന്താടച്ചു കുറേ നേരം കിടന്നിങ്ങനെ കൊണക്കണ്. ഓ നീ ഹിന്ദി മേ ബാത് കരേക്കാവാ. സോറി കേട്ടോ, ഞാൻ വെറുതെ തന്നെ ഇതാക്കിയതാണ്. താങ്ക് യു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡെസേർട്ട് സഫാരിയുടെ മെയിൻ പോയിൻ്റ്. ഇവിടെ കടകളൊക്കെ ഉണ്ടാവും, അത് വൈകുന്നേരത്തെ ഉണ്ടാവുള്ളൂ. കാരണം വൈകുന്നേരം ആയാലാണ് ഇവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ചെറുക്കതാ വണ്ടി കൊടുന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. മണൽ മേത്തുകൂടെ ഒക്കെ വാരി തെറിക്കുന്നുണ്ട് നമ്മളെ മേത്തുകൂടെ. അടിപൊളിയുടെ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. പക്ഷെ വെയിൽ നമ്മൾ പൊരിച്ചടക്കുന്നുണ്ട് കേട്ടോ. അയ്യാ ഡ്രൈവിങ് പോവാം. ഇവൻ കാണിക്കുന്നോക്കെ എന്താ അമ്മയ്ക്കോ. ഇവിടെ ഒരു വീട് കാണുന്നുണ്ട്, നമുക്ക് ആ വീടൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. ഇവിടെ ഇവര് ആടും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഇതുണ്ടോ, ഇവരെന്താ ചെയ്യുന്നത്? ഇവിടെ ഉണ്ടോ നിങ്ങൾ? ആടിനെ ഉണ്ടോ, ആടിനെ മുടി വെട്ടിപ്പിച്ചു കൊടുക്കുക കേട്ടോ, കടത്തിയിട്ടിട്ട്. അങ്ങനെയൊക്കെ മുറിക്കണ നേരത്ത് വേറെ വല്ലതും മുറിച്ചാലോ. പക്ഷെ കറക്റ്റ് കട്ടിങ് കേട്ടോ ഇത്. ഉണ്ടോ, ചായയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ ഇവിടെ. ഇവർ ചായ കുടിക്കുന്ന രീതി ഇങ്ങനെയാണ്, ഞാൻ കാണിച്ചിരുന്നില്ല, ഗുജറാത്തിൽ കാണിച്ചിരുന്നില്ല. എങ്ങനെ കേട്ടോ ഇവർ ചായ കുടിക്കുക. ഇവിടെ ഇവർ ഈ മുടി ഇങ്ങനെ വെട്ടുന്നത് എന്തിനാണെന്ന് അറിയോ? വിൽക്കാൻ വേണ്ടിയിട്ടാണ്. കിലം 70 രൂപ വരെ പോകുന്ന കേട്ടോ പറയുന്നത് ഇതിൻ്റെ മുടി. എന്നിട്ട് ഇത് നമ്മൾ ഇടുന്ന ഷൊട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കോട്ട് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കാര്യമായിട്ട് ഷൊട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണതെന്ന് പറഞ്ഞ്. പിന്നെ അതിനൊരു ആടിനൊരു ഫ്രീഡമും. ഓരോരോ വീട്ടിലും ഇങ്ങനത്തെ ഒട്ടകങ്ങൾ 2-3 ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇത് വേറെ ഒന്നല്ല, ടൂറിസമായിട്ട് വരുന്ന ആൾക്കാർക്ക് അതിന് മുകളിൽ ഇരുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുക. അതാണ് ഇവരൊക്കെ മെയിൻ വരുമാനം. അവരെ വീട് കണ്ടോ, ഇപ്പോൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് കുറച്ചൊക്കെ. പിന്നെ അവിടെ കണ്ടോ, എൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, ചെറിയൊരു കൂറിട്ട ഒരു വീടുണ്ട്, നമ്മൾ പായ്പുല്ല് മേഞ്ഞിട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ പുല്ലുകളൊക്കെ എടുത്തിട്ട് അവർ അത് അങ്ങനെ മുകളിൽ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ് കെട്ടി ടൈറ്റാക്കി നിർത്തി കഴിഞ്ഞാൽ അതൊരു സംഭവമായി.
You take to YouTube? No. No. YouTube. 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 Yeah? Good. Can you say video? Okay. Yeah, take video. Okay. ഇവർ എങ്ങനെ ഇതിനൊക്കെ പശുവിന് വെള്ളം കൊടുക്കുന്ന ആട്ടിന് വെള്ളം കൊടുക്കുന്നൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുന്നു. അപ്പോഴേക്കും ഇവർ വേണ്ട. Video for my name, Abdullah. അബ്ദുള്ള ആയിക്കോട്ടെ. ഇങ്ങേരുടെ പേര് അബ്ദുള്ള എന്നാണ് കേട്ടോ. ഇങ്ങേരുടെ വീടാണിത്. ഇങ്ങേരുടെ ഈ ഒട്ടകവും മാടും എല്ലാം നമ്മുടെ അബ്ദുള്ള ഇക്കാൻ്റെ ആണ് കേട്ടോ. ഇക്കയുടെ എന്നോട് എൻ്റെ പേര് വന്ന് പറയാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ അത് വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരു സമ്മതിക്കില്ല, ഇവിടുന്ന് തന്നെ എല്ലാം കണ്ടോളിന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇനി നമുക്ക് നേരെ ജീപ്പിൽ കയറിയിട്ട് ഒന്നും കൂടി അടിച്ച് പൊളിച്ച് 4x4 ഇട്ട് കയറാം. ഇതാണ്ടോ നമ്മളെ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ അവരെ കൾച്ചറൽ ഡാൻസ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചെന്നുണ്ടാവും ഞാൻ. ഇനി ഇവിടെ രാത്രിയിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാത്രി വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മല്ലു ട്രക്കർ. നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാൻ തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലേ. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവരുടെ കൾച്ചർ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ട് ഇതാ നമ്മളെ ബ്രോ ഇവിടെ ഇങ്ങനെ അരങ്ങാതെ നിൽക്കണില്ലേ. ഹായ് ബോൾ ഭയ്യ, തുമാരാ നാം? ഹരിഓം ഇവിടെ പണിയെടുക്കുന്ന ഒരു ചെക്കനാട്ടോ. നമുക്ക് നല്ല സപ്പോർട്ടാണ്. എന്താ വേണ്ടെന്നുള്ള റൂമിലേക്ക് വന്ന് ചോദിച്ച് വാങ്ങി തരുന്നുണ്ട്. നമ്മളുടെ സൗത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ പെരും സപ്പോർട്ടാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൾച്ചർ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാ ഈ സ്റ്റേജിൽ രാത്രി നമ്മളവിടെ സൈഡിൽ ഇരുന്ന് അത് കാണുക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ 1000 രൂപേൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ സ്ഥലം ഇന്ന് നടക്കാൻ പോകുന്ന ഈ കൾച്ചർ പ്രോഗ്രാമും എന്തൊക്കെ ഫുഡ് നമുക്ക് 1000 രൂപയിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സമയം എത്രയാണെന്ന് അറിയാം നിങ്ങൾക്കിപ്പോൾ? സമയം 7 മണിയായിട്ടോ. ഇത് കണ്ടോ, ആരെയും കണ്ടാൽ പറയോ 7 മണിയാണെന്ന്? സമയം ഇപ്പോൾ 7 മണിയായി. കൾച്ചർ ഡാൻസ് ചെയ്യുന്നൊക്കെ വരാണ് കേട്ടോ. ഹായ് താങ്ക് യു. ഇവരാട്ടോ നമ്മളുടെ കൾച്ചർ പ്രോഗ്രാം ഡാൻസ് ചെയ്യുന്നത്. കൾച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസും പിന്നെ ഇവർ കുറേ കഴിവുകളൊക്കെ തെളിയിക്കുന്ന കേട്ടോ കൾച്ചർ പ്രോഗ്രാം. ഇവർ ട്രഡീഷണൽ ഡാൻസ് ആട്ടോ കാണിക്കുന്നത് ഇവർ. നമുക്ക് രാത്രി കൂടെ ഇരുന്നിട്ട് കാണാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഡ്രോൺ ഷോട്ടും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ നേരത്തെ സമയം ഇപ്പോൾ 7 മണിയായല്ലോ. ഈ 7 മണിയായിട്ട് ഇതാ സൺസെറ്റ് ആയി വരുന്നുള്ളൂ. എന്നാലും സൺസെറ്റ് ആയി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടും കൂടെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാം. നലങ്ങ് വെച്ചോട്ടോ. എനിക്ക് നലങ്ങ് മീൻസ് പൊട്ട് വെച്ചോട്ടോ. ഇങ്ങനെയാണ് ഇവർ വെൽക്കം ചെയ്യുന്നത്. ഈ ചൂട് പ്രദേശത്ത് നീ എന്തിനാ ഈ ഹുട്ടിയൊക്കെ ഇട്ട് നിൽക്കണമെന്ന് ചോദിച്ചാലേ രാത്രി ആയി കഴിഞ്ഞാൽ പെരും തണുപ്പാണ്. പെരും തണുപ്പ് പറഞ്ഞാൽ പെരും തണുപ്പാണ്.
അപ്പോൾ നമ്മളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഡാൻസ് കളിക്കുന്നവരാണ് ജിപ്സി കോബ്ര ട്രൈബൽസ് എന്ന് പറയുന്ന ആദിവാസി മക്കൾ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ രണ്ടും കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ സ്ത്രീകൾ ഇങ്ങനെയാണ് കേട്ടോ ഇവർ വരുമാനം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. അത് ടൂറിസമായിട്ട് വരുന്ന നമ്മൾ പോലുള്ള ആളുകൾ തിരക്കുള്ള നേരത്ത്, അതായത് സീസണുള്ള നേരത്ത്, അല്ലാത്ത നേരം ഇവർ പട്ടിണി തന്നെയാണ്. പക്ഷേ ഇവരുടെ ഓരോരോ ഭംഗിക്കനുസരിച്ചും ഓരോരോ പൈസയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഈ കളിക്കുന്ന 2 പിള്ളേർക്കും നല്ല പൈസയാണ്, മന്ത്ലി 1 ലാഖിൻ്റെ അടുത്ത് വരെ കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി അവരുടെ ഡാൻസും കൂടെ നമുക്ക് കൂടെ നിന്ന് എൻജോയ് ചെയ്ത് നമുക്കും വേണമെങ്കിൽ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്യട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം. कलाकार नागिन की तरफ बलखा तो कुछ भी नहीं देखा जाएगा। എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അലങ്കാരമാണ്. അത് അവരുടെ കയ്യിലിരിക്കുന്ന വളയായിക്കോട്ടെ, അവരുടെ ഡ്രസ്സായിക്കോട്ടെ, അല്ല അവർ കണ്ണുന്ന രീതി ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഒരു അലങ്കാരമായിരിക്കും കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതൊക്കെ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോരോ കൾച്ചർ രീതികളാണ്. You know Kuttu dance? Yes, इसके बाद this. No. You know Tamil Kuttu dance? Tamil Kuttu dance. Kuttu dance means Ika here. Lungi dance. Lungi. Tamil ka. Lungi dance. Oh, okay. I'm sitting this side. Okay. ഇനി അങ്ങോട്ട് വരുന്ന സോങ്സ് കേൾപ്പിക്കാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട്സ്. കാരണം ഇനി അങ്ങോട്ട് സിനിമ സോങ്സ് ആണ് ഇവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തതാണ്. ഇനി ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും 4000 രൂപയാണ് 2 ദിവസത്തിന് ചിലവ് വന്നത്. അതായത് ഒരു ദിവസം 1000 രൂപ കേട്ടോ ഒരാൾക്ക്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ളത് ചോദിച്ചാൽ ഇവിടെ ഫുഡും കിട്ടും, പിന്നെ ജീപ്പ് സഫാരിയും കിട്ടും, അതുപോലെ തന്നെ ഇതുപോലത്തെ കൾച്ചർ പ്രോഗ്രാമും കാണാം. ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ അവർക്ക് ജ്യൂസ്, ചായ, സ്നാക്സ് അതൊക്കെ കൊടുന്നു കേട്ടോ. ഇതൊക്കെ ഈ 1000 രൂപേൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡാണ്. ഇത് സെപ്പറേറ്റ് വല്ലല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇതുവരെ മര്യാദയ്ക്ക് നളിച്ചോണ്ടിരുന്ന ഡാൻസ് ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോണത് എന്താണെന്ന് നോക്കിക്കോട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും സൈഡിൽ ഒരു കൂട്ടം പയ്യന്മാർ, അതായത് ആ നാട്ടിലത്തെ പയ്യന്മാർ വെക്കേഷന് ലീവിന് വേണ്ടി വന്നതാണ്.
അപ്പോൾ അവരും ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് പെരും ഡാൻസും കളിയൊക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് നേരത്തെ അവർ എന്നെ പിടിച്ച് പഞ്ഞി കിട്ടുന്നതാണ് വലിയ കാര്യം. സംഗതി എന്താണെന്നറിയോ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു, അവർ എന്നെ പിടിച്ച് വലിച്ചുള്ളിലിട്ട് പിന്നെ വല്ലാത്തൊരു പ്രശ്നം തന്നെ ആയിട്ടോ. പക്ഷെ ആരും അവിടെ ഒന്നും ചീത്ത പറഞ്ഞില്ല, ഫുൾ എൻജോയ് ചെയ്തോളി തന്നെ പറഞ്ഞു. ഈ കളിക്കുന്നവരൊക്കെ ഇതുപോലെ നമ്മളുമായിട്ട് ടൂറിസ്റ്റ് ആയിട്ട് വന്നവരാണ്. അവർ നിന്ന് ഇതാ ഇങ്ങനെ ഡാൻസ് ചെയ്യുക, ഇതൊക്കെ എൻജോയ് ചെയ്യാണ് ഇവിടെ. അപ്പോൾ നിങ്ങളും ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഈ വരുന്ന പയ്യന്മാരാണ് കേട്ടോ ഇനി നമുക്കിട്ട് പണി തരാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. കാണുമ്പോൾ എന്ത് മര്യാദയ്ക്കല്ല ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്മാർ. ഈ അടുത്ത് അവർ ചെയ്യുന്നത് കേട്ടോ. അവരെന്താ ഉദ്ദേശം എനിക്കൊരു പിടുത്തല്ല. എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വലിച്ചു വാരി അതിൻ്റെ ഉള്ളിൽ ഇട്ട് പിന്നെ പെരും ഡാൻസ് ആയിട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്നെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. കുറേ നേരമായിട്ട് വീഡിയോ എടുത്തിരുന്നില്ല. ഒരുപാട് നേരം കേട്ടോ, ഒരുപാട് നേരം നമുക്കിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. പയ്യന്മാരായാലും ഗേൾസ് ആയാലും ഫുൾ സേഫ്റ്റി ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്കിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാം. അപ്പം ഞാനും ഇറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ നേരമായി നമ്മളും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാവരും നമ്മുടെ ഫ്രണ്ടും ആയിട്ടോ. ഇപ്പോൾ എന്താ പ്രശ്നം എന്നറിയാം, എല്ലാവർക്കും ഈ വീഡിയോ വിഷ്വൽസൊക്കെ അയച്ചു കൊടുക്കണം എന്നാണ്. എടുത്ത വീഡിയോസൊക്കെ എനിക്ക് അയച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളി തുടങ്ങി. ഈ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾ രാജസ്ഥാൻ ജയ്സൽമേർ വന്നു കഴിഞ്ഞാൽ ഈ ഡിസൈനിലുള്ള ക്യാമ്പിലൊക്കെ സ്റ്റേ ചെയ്ത് ഇതുപോലെ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യ വന്ന് ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പരമാവധി നിങ്ങൾ സപ്പോർട്ട് അറിയിക്കണം. കാരണം ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് നമ്മുടെ ചാനൽ ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി രാജസ്ഥാനിൽ കുറേ റിസ്ക് എടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.